നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഫെബ്രുവരി 15 നടക്കേണ്ട T20I വേൾഡ് കപ്പിലെ മത്സരം കളിക്കില്ല എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ PCB അല്ല, പാകിസ്ഥാൻ ഗവൺമെൻറ്റാണ് അത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്? ഇതിൻ്റെ പരിണിത ഫലങ്ങൾ എന്താവും? ഒരു പിടി ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. അവിടെ കളി റൺ ചെയ്യുന്നത് PCB അല്ല, പൊളിറ്റീഷ്യൻസ് ആണ് എന്നുള്ളത് വീണ്ടും ഒരിക്കൽ കൂടി തെളിയുകയാണ്. പ്രധാനപ്പെട്ട ചോദ്യം, എന്തിൻ്റെ ബേസിലാണ് ഈ ബഹിഷ്കരണം? കാരണം പാകിസ്ഥാൻ ആവശ്യപ്പെട്ട അനുസരിച്ച് അവരുടെ കളികൾ മുഴുവൻ ഇന്ത്യക്ക് പുറത്താണ് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ബംഗ്ലാദേശ് ബഹിഷ്കരിച്ചു, ബംഗ്ലാദേശിനോട് ഫെയർ ട്രീറ്റ്മെൻ്റ് അല്ല നടത്തിയത് എന്നുള്ളതാണ് ഗ്രൗണ്ടെങ്കിൽ അത് പറയണം. അത് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. എന്താ കാരണം എന്നില്ല. ഇന്ത്യക്കെതിരെ കളിക്കില്ല. എന്നാൽ ഇതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും എന്നതാണ് ചോദ്യം. ഇമ്മീഡിയറ്റ് എഫക്റ്റ്, അത് കളി ഫോർഫിറ്റ് ചെയ്യുന്നു, 2 പോയിന്റ് ഇന്ത്യക്ക് കൊടുക്കുന്നു. അതാണ് ഇമ്മീഡിയറ്റ് എഫക്റ്റ്. പക്ഷെ അത് അത്ര വലിയ പ്രാധാന്യമുള്ള സംഭവമല്ല. എന്താണെന്നറിയോ? ഈ ഗ്രൂപ്പ് ഒന്ന് നോക്കണം നിങ്ങൾ. ഇന്ത്യ, നമീബിയ, നെതർലൻഡ്സ്, പാകിസ്ഥാൻ, USA. അപ്പോൾ ഇന്ത്യക്കെതിരെ അവർ കളിക്കുന്നില്ല, അവർ തോറ്റു. അവർക്ക് 0 പോയിന്റ്, ഇന്ത്യക്ക് 2 പോയിന്റ്. പക്ഷെ ബാക്കി നമീബിയ, നെതർലൻഡ്സ്, USA ഈ ടീമുകൾ അസോസിയേറ്റ് ടീമുകളാണ്. അവർക്കെതിരെ പാകിസ്ഥാൻ ജയിച്ചാൽ, ഒരു കളിയും കാലിടാതെ ഇരുന്നാൽ അവർക്കും ഈസിലി അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. ഇപ്പോൾ സൂപ്പർ 8 ഈ ഗ്രൂപ്പിൽ 1ാമത് 2ാമത് എന്നതനുസരിച്ചല്ല സൂപ്പർ 8 ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. സീഡിങ്, അതായത് ഒരു സീഡിങ് വെച്ചിട്ടുണ്ട് മുമ്പത്തെ ഡൊമിനൻസ് അനുസരിച്ച്. അപ്പോൾ ഇന്ത്യ ജയിച്ചാൽ ഏത് ഗ്രൂപ്പിലേക്ക് പോകും, പാകിസ്ഥാൻ ജയിച്ചാൽ ഏത് ഗ്രൂപ്പിലേക്ക് പോകുന്നു ഓൾറെഡി തീരുമാനിച്ചാണ്. പാകിസ്ഥാൻ ക്വാളിഫൈ ചെയ്താൽ 1-2 സ്ഥാനത്തിന് ഒരു പ്രസക്തിയും ഇല്ല. കഴിഞ്ഞ T20 വേൾഡ് കപ്പ് കണ്ടവർക്കറിയാം, അതേ റൂൾ തന്നെയാണ് ഇവിടെയും. അപ്പോൾ ചുരുക്കത്തിൽ സ്പോർട്ടിംഗ്ലി ഈ കളി ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് ഏതാണ്ട്. അപ്പം അതുകൊണ്ട് വലിയ നഷ്ടം പാകിസ്ഥാന് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അവിടെ. അതേസമയം അവിടെ വരുന്നൊരു വലിയ ചോദ്യമുണ്ട്. ശരി, സൂപ്പർ 8 കഴിഞ്ഞ് സെമി ഫൈനലിലോ ഇന്ത്യക്കെതിരെ വീണ്ടും കളി വന്നാലോ? അപ്പോൾ പാകിസ്ഥാൻ വാക്ക് ഓവർ കൊടുക്കുമോ? ഞങ്ങൾ കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫൈനൽ മത്സരം, ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ, ഞങ്ങൾ കളിക്കുന്നില്ല, ഇന്ത്യ കപ്പെടുക്കട്ടെ, എടുക്കുമോ? ആ ചോദ്യം അവിടെ വരുന്നുണ്ട്. അതിനവിടെ ക്ലാരിറ്റി ഇല്ല. ഇനി ICCയുടെ ഭാഗത്തുനിന്ന് എന്ത് നടപടി എന്ന ചോദ്യമുണ്ട്. ICC എന്ത് നടപടി എടുക്കും? ഇപ്പോൾ 2 പോയിന്റ് ഓക്കെ, അത് ഫോർഫിറ്റ് ചെയ്യും, പോകും, അത് ഉറപ്പാണ്. ബാക്കി എന്ത് നടപടി എടുക്കും? അവർ പറഞ്ഞ അനുസരിച്ച് കളി ശ്രീലങ്കയെ കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ട് പിന്നെ അവർ പിൻവാങ്ങുമ്പോൾ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കേണ്ടതല്ലേ? ICC എടുക്കുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം ഇതിന് മുമ്പത്തെ പ്രീസീഡിങ്സ് നമുക്കറിയാം. 96 വെസ്റ്റ് ഇൻഡീസും ഓസ്ട്രേലിയയും ഇന്ത്യയിലും ശ്രീലങ്കയിലും പാകിസ്ഥാനിലുമായിട്ട് നടന്ന ODI വേൾഡ് കപ്പിന് ശ്രീലങ്കയിലേക്ക് ഈ 2 ടീമുകൾ പോയില്ല. അന്ന് പോകാതിരുന്നപ്പോൾ അവരുടെ പോയിന്റ് കുറച്ചു എന്നല്ലാതെ അവർക്കെതിരെ മറ്റ് നടപടികൾ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയാണ് സൗത്ത് ആഫ്രിക്കയിൽ നടന്ന വേൾഡ് കപ്പിൻ്റെ സമയത്ത്, സൗത്ത് ആഫ്രിക്കയിലും സിംബാബ്വേയിലും കെനിയയിലുമായിട്ട് നടന്ന വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഇംഗ്ലണ്ട് സിംബാബ്വേയിലേക്ക് പോകാൻ തയ്യാറായില്ല, ന്യൂസിലാൻഡ് കെനിയയിലേക്ക് പോകാൻ തയ്യാറായില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തുണ്ടായി? അവർക്കെതിരെ മറ്റ് നടപടികളില്ല. ആ കളിയിലെ പോയിന്റുകൾ എതിർ ടീമിന് അവാർഡ് ചെയ്തു. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ നിലവിൽ സാധ്യത. പക്ഷെ ഇത് നേരത്തെ തന്നെ ഹൈബ്രിഡ് മോഡലൊക്കെ ഉറപ്പിച്ച് സമ്മതിച്ചിട്ട് പിന്നെ ആ കോൺട്രാക്റ്റിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ പാകിസ്ഥാനത്തിൻ്റെ നടപടി എടുക്കുക എന്നുള്ളതാണ് ICC ചെയ്യേണ്ടത്. അത് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം. അതായത് ഹർഷ ബോഗലെ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് നമ്മൾ നോക്കിയാണ്. It will be very interesting to see the response of the ICC if Pakistan go to the World Cup but don't play India. ഇന്ത്യക്കെതിരെ കളിക്കില്ല, വേൾഡ് കപ്പിന് പോകും, പക്ഷെ ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്ന് പാകിസ്ഥാൻ സ്റ്റാൻഡ് എടുക്കുമ്പോൾ എന്തായിരിക്കും ICCയുടെ പ്രതികരണം എന്നറിയാൻ വളരെ താല്പര്യമുണ്ട്. എനിക്കറിയില്ല ഇതിൻ്റെ ലീഗൽ പൊസിഷൻ എന്താണെന്ന്. ഇതിൻ്റെ മുമ്പത്തെ പ്രസിഡൻസ് എങ്ങനെയായിരിക്കും ഇവിടെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതൊക്കെ കണ്ടറിയണം. പക്ഷേ എനിക്ക് അത്ഭുതമൊന്നും തോന്നില്ല ഇഫ് ICC ആസ്ക് ദാറ്റ് ബ്രോഡ്കാസ്റ്റേഴ്സ് ലോസ് ബി ഡിഡക്റ്റഡ് ഫ്രം പാകിസ്ഥാൻസ് ഷെയർ ഓഫ് ICC റവന്യൂസ്. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. കാരണം ഈ വേൾഡ് കപ്പിൻ്റെ തന്നെ ബ്രോഡ്കാസ്റ്റേഴ്സ് വലിയ രൂപത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു കളിയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. വലിയ റവന്യൂ അതിലൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ പാകിസ്ഥാൻ ആ കളി കളിക്കാതെ പിൻവാങ്ങുമ്പോൾ ഒരു ഹ്യൂജ് റവന്യൂ ലോസ് ഉണ്ടാകുന്നുണ്ട്. ആ റവന്യൂ ലോസ് ആര് നികത്തും? പാകിസ്ഥാൻ ഞങ്ങൾ കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങിയാൽ അവരെ കൊണ്ട് തന്നെ അത് വെപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ള ICC ഷെയർ ഓഫ് ICC റവന്യൂസിൽ നിന്ന് അത് ഡിഡക്റ്റ് ചെയ്യണം. അത് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഹർഷ ഭോഗലെ പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അവിടെ വെപ്പിക്കേണ്ടത്. തോന്നിയ പോലെ ഫിക്സറെല്ലാം തീരുമാനിച്ച് അവർ പറഞ്ഞെടുത്ത കളിയും വെച്ചിട്ട് പിന്നെ കാരണം പോലും പറയാതെ പിൻവാങ്ങുമ്പോൾ അത് തന്നെയാണ് ചെയ്യേണ്ടത്. ആൻഡ് ബൈ ദി വേ, വാട്ട് ഇഫ് ഇറ്റ് ഈസ് ആൻ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ എന്ന് കൂടി ഹർഷ ഭോഗലെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സെമിയിലോ ഫൈനലിലോ ഒക്കെ ഏറ്റുമുട്ടേണ്ടി വരികയാണെങ്കിൽ പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നുള്ളത്. സോ കോൺസിക്വൻസസ് ഇമ്മീഡിയറ്റ്ലി ഇതാണ്, 2 പോയിൻ്റ് അവർക്ക് നഷ്ടമാകുന്നുള്ളത്. മറ്റൊന്നും പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ സൂപ്പർ 8 ഗ്രൂപ്പുകളൊക്കെ നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടതുകൊണ്ട് അതിനും ബാധിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ ഒരു റവന്യൂ ഡിഡക്ഷൻ നടക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ബാക്കി എന്തെങ്കിലും ബാൻ വരാനുള്ള സാധ്യത നിലവിലെ അവസ്ഥയിൽ കുറവാണ് എന്ന് ഇപ്പോൾ പറയാൻ കഴിയും. എന്തായാലും ICCയുടെ പ്രതികരണം എന്തായിരിക്കും? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എഴുതാം.